ആതിര സരസ്വതുണ്ട് കാലാവസ്ഥ വിശേഷങ്ങൾ പറയാൻ. ആതിര, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിനാന്തരീക്ഷ അവസ്ഥ? ഗുഡ് മോർണിംഗ് സേതു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇനിയപ്പോൾ ഒരു മഴ വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിൽ മഴ പെയ്താകും 2025 അവസാനിക്കുന്നത്. ഇന്നും വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ പെയ്യുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. മറ്റുള്ള ജില്ലകളിൽ ഇന്ന് മഴ പെയ്യില്ല എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ തണുപ്പ് തുടരുമെന്നും സൂചനയുണ്ട്. മലയോര മേഖലകളിൽ ശൈത്യം കടുക്കും. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കാറ്റിന്റെ ഗതിയാണ് വടക്കൻ കേരളത്തിൽ തണുപ്പ് കൂടാൻ പ്രധാന കാരണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുന്നത്. തണുപ്പ് കാലത്തും നിർജ്ജലീകരണം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് പ്രത്യേകം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കേണ്ട സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വരണ്ട കാലാവസ്ഥയായിരിക്കും പൊതുവെ ഇനി അങ്ങോട്ട് അനുഭവപ്പെടുക. ഒപ്പം ചില ജില്ലകളിൽ മഴയും. ഇനി സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിൽ ഏറ്റവും കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ 23 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. വയനാട്ടിലേക്ക് എത്തുമ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ. അപ്പോൾ ഇന്ന് തെക്കൻ ജില്ലക്കാർ മഴ പ്രതീക്ഷിക്കുക. അപ്പോൾ ഇനി സേതുലക്ഷ്മിയിലേക്ക്.